ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസീൽ സൂപ്പർ താരമായിട്ടുള്ള നെയ്മറെ കുറിച്ചിട്ടാണ്. ബ്രസീൽ സൂപ്പർ താരം നെയ്മർ ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അടുത്ത വർഷത്തെക്കുറിച്ച് പോലും എനിക്ക് നിശ്ചയമില്ല. ചിലപ്പോൾ ഡിസംബർ എത്തുമ്പോഴേക്കും എനിക്ക് വിരമിക്കണമെന്ന് തോന്നിയേക്കാം. ഓരോ വർഷവും എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് നെയ്മർ വ്യക്തമാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നെയ്മർ ആരാധകർക്ക് വളരെയധികം വിഷമം നൽകുന്നതാണ്. എസ്പെഷ്യലി ഫുട്ബോൾ ലോകത്ത് ഇത്രയധികം ഇഞ്ചറി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു താരമുണ്ടെങ്കിൽ അത് നെയ്മർ മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സാക്ഷാൽ ലയണൽ മെസ്സി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയ്മറിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഫുട്ബോൾ എന്നേ ഞാൻ വിരമിച്ചേനെ എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയധികം ഇഞ്ചറി പറ്റുകയും അതിൽ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുകയും വീണ്ടും ഇഞ്ചറി പറ്റുന്ന ഒരു താരം അത് നെയ്മർ മാത്രമാണ്. എത്രയധികം വേദനകൾ സഹിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനും അദ്ദേഹത്തിൻ്റെ ക്ലബിനു വേണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യാതെ അല്ലാതെ വേറെ ആരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും? അത്രയധികം എത്ര പ്രതിസന്ധികൾ വന്നിട്ട് പോലും നെയ്മർ വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂകളായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി അധിക കാലം ഉണ്ടാവുമോ എനിക്കറിയില്ല, ഇനി എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല, ഒരുപക്ഷെ ഡിസംബർ ആവുമ്പോൾ ഞാൻ ഒരുപക്ഷെ വിരമിക്കാൻ തോന്നിയേക്കാം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും നെയ്മർ ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കധികം വിഷമം നൽകുന്നതാണ്. കാരണം അവർ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നെയ്മർ ആരാധകരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു 50% അല്ലെങ്കിൽ ഒരു 70% അദ്ദേഹം ഹോസ്പിറ്റലുകളിലാണ് ചെലവഴിക്കുന്നത്. ബാക്കി ഒരു 30-40% മാത്രമാണ് അദ്ദേഹം ഗ്രൗണ്ടിൽ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം അത്രക്കും അദ്ദേഹം ഇഞ്ചറിയായി ആക്കുന്നതാണ്. കാരണം ഇത്രയധികം ഇഞ്ചറി പറ്റുന്നൊരു താരം ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നെയ്മറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, അത് ഇഞ്ചറി കൊണ്ട് ബുദ്ധിമുട്ടുന്ന, അതായത് കുറേ ഇഞ്ചറീസ് പറ്റുന്ന ഒരു താരം ഉണ്ടെങ്കിൽ അത് നെയ്മർ മാത്രമാണ് എന്നുള്ളതാണ്. അത്രയ്ക്കധികം എന്താ പറയുക, ഞാനൊരു പക്ഷെ പറയാണ്, നിങ്ങളിപ്പോൾ തോറ്റ് നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളിപ്പോൾ അടിയേക്ക് പോകുന്ന, അതായത് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും കുടുങ്ങി ഇനി എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ആരെ കണ്ട് പഠിക്കണം എന്നൊക്കെ നിങ്ങൾ നോക്കി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയാം, നെയ്മറെ കണ്ട് പഠിക്കണം എന്നുള്ളതാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് ചുരുങ്ങിയത് 1-2-3 ഇഞ്ചറികൾ പറ്റുന്നുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം ഇഞ്ചുറിയായി, ഇനി ഞാൻ ഈ ഫുട്ബോൾ ലോകം നിർത്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം വീണ്ടും സർജറി കഴിഞ്ഞ് വീണ്ടും ഇറങ്ങാണ്. ഓരോ സർജറി കഴിയുമ്പോൾ എത്ര അധികം വേദന സഹിച്ചാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങളൊരാളായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാളെ പറ്റി മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നെയ്മറിൻ്റെ ലൈഫ് സ്റ്റൈല് നോക്കിയാൽ മാത്രം മതി എന്നാണ് എനിക്കതിന് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.